ഒക്കെ ചെയ്തു. അപ്പം ആദ്യം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവൻച്വലി ബാക്കി ഇന്ത്യയിലെ ബാക്കി പാർട്സ് ലൈക്ക് സൗത്ത് ഓഫ് ഇന്ത്യ മെയിൻലി നമ്മൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി പാർട്സിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് ആഗ്രഹം. സോ യാ ദാറ്റ്സ് എ ജിസ്റ്റ് ഓഫ് ഇറ്റ്. ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ലൈക്ക് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്യണം എന്നുള്ള ഐഡിയ എങ്ങനെയാണ് തുടക്കത്തിൽ എത്തിച്ച എങ്ങനെയാണ്? ഐഡിയ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ ഈ ഡൂം സ്ക്രോളിംഗ് എന്നുള്ള ഒരു സംഭവം. ഇപ്പൊ നമ്മള് പേഴ്സണലി ഞാനാണെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടന്റ് നമ്മളിങ്ങനെ ചുമ്മാ സ്കിപ്പ് ചെയ്തു പോകും. ബട്ട് ഔട്ട് ഓഫ് ഓൾ ദ കണ്ടന്റ് യു ഗോ ത്രൂ അതിൽ എത്ര കണ്ടന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പോസ് ചെയ്തിട്ട് ഒരു തോട്ടെങ്കിലും കൊടുക്കുന്ന ടൈപ്പ് കണ്ടന്റ് വളരെ കുറവായിട്ട് ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ യൂഷ്വലി ഞാനാണെങ്കിലും കാണുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ഹൈ എനർജി ആയിട്ടുള്ള വ്ളോഗേഴ്സ്, ഭയങ്കര എന്താ പറയുക ഭയങ്കര സൂപ്പർ എനർജി ആയിട്ടുള്ള വ്ളോഗിങ്, അല്ലെങ്കിൽ പിന്നെ ഫുഡ് റിവ്യൂ, അല്ലെങ്കിൽ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ്, അതൊക്കെ അതെ അങ്ങനത്തെ കോണ്ടന്റ്സ് ആണ് യൂഷ്വലി ഉണ്ടാവാറ്. അപ്പം ഫോർ സമ്മൺ ലൈക്ക് മീ എനിക്ക് കുറച്ചുകൂടെ സ്ലോ പേസ്ഡ് ഇന്റൻഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ് യൂഷ്വലി പ്രിഫർ ചെയ്യാറ്. പക്ഷെ അങ്ങനത്തെ കണ്ടന്റ് വളരെ കുറവാണ്. നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ഇപ്പൊ കുറച്ച് എന്താ പറയുക ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യ ഫിലിംസ് ഉണ്ടാക്കുന്നവര് അവരുടെ സ്പെസിഫിക് ഏരിയാസിൽ ഈ സിമിലർ സ്റ്റോറീസ് കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് കുറവാണ്. എനിക്ക് വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ ഈ ഒരു ടൈപ്പ് സ്റ്റോറീസ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ നാട്ടിലോട്ട് നോക്കുവാണെങ്കിൽ കൾച്ചറലി നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുകയാണെങ്കിൽ. സ്പെസിഫിക് ആയിട്ട് നമ്മളൊന്നും അങ്ങനെ ആൽഗോരിത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നോക്കാറില്ല. ഒന്നാമതെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇറങ്ങുന്ന സമയം തന്നെ ഇതൊരു സ്ലോ ഫോം ഓഫ് കണ്ടന്റ് ആണ് എന്നുള്ള ഐഡിയ ഇനീഷ്യലി ഉണ്ടായി. അപ്പം ഇപ്പോൾ ഉള്ള ഒരു റീച്ച് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ വിചാരിച്ചത് ഇതിപ്പം ചുമ്മാ ബോറിംഗ് സാധനമാണ്, ഇതൊക്കെ ആര് കാണാൻ ഈ ഫീൽഡിൽ അവർ കാണുമായിരിക്കും. റീച്ചാണ് അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യാം. വെച്ചാൽ ഒരു വർഷമൊക്കെ എന്റെ കാശിൽ നിന്ന് പോകും, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം കുറച്ച് സസ്റ്റൈനബിൾ ആണെങ്കിൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിലാണ്. സോ ഐ ഗെയിം മൈസെൽഫ് ലൈക്ക് ഒരു 1 year to 2 year. ഇപ്പൊ നടക്കുന്നത് തന്നെ ബെറ്റർ ആണ് കമ്പയർഡ് ടു വാട്ട് ഐ എക്സ്പെക്റ്റഡ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല, അത് ഇന്റൻഷനൽ ആണ്. ഈ ഇൻസ്റ്റഗ്രാമിന്റെ കേസിൽ മാത്രം അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ഒരു റീല് വർക്ക് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ 30 seconds ഹാസ് ടു ക്ലിക്ക്. ഒന്നിക്ക് വിഷ്വലി അല്ലെങ്കിൽ ആ പറയുന്ന ഒരു കണ്ടന്റ് ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഇത് മുഴുവൻ കാണാനുള്ള ഒരു സാധനം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അവരിത് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത് പിന്നെയും അവർ വേറെ ആൾക്കാരിലോട്ട് പുഷ് ചെയ്യത്തുള്ളൂ. ഇപ്പോഴത്തെ യൂത്തിനെ അതെങ്ങനെ അഫക്ട് ചെയ്യും? അവരുടെ മൈൻഡ് സെറ്റിനെ എങ്ങനെയെങ്കിലും മാറ്റാൻ ഈ വീഡിയോസ് സഹായിക്കുമെന്ന് തോന്നുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെ തോന്നാറുണ്ട്? യൂത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം കേരളത്തിന്റെ യൂത്തും ബാക്കി നോർമലി നമ്മൾ കണ്ടുവരുന്ന ഇച്ചിരി വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ മോഡേൺ ആവുന്നുണ്ടെങ്കിലും വി സ്റ്റിൽ ഹോൾഡ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് വി സ്റ്റിൽ ഹോൾഡ് ഇറ്റ് ക്ലോസ് ടു അസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ ഓണം പോലെയാണെങ്കിൽ തെയ്യം പോലെയാണെങ്കിലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് പോപ്പുലർ ആവുന്നേ ഉള്ളൂ. പുതിയ ജനറേഷൻ അതിലോട്ട് വരുന്നുണ്ട്, അവർക്ക് ഇത് അറിയാൻ താല്പര്യമുണ്ട്. കൾച്ചറലി അവര് നല്ല നടക്കുന്നുണ്ടെങ്കിലും വി ആർ പ്രൗഡ് ഓഫ് ഹൂ വി ആർ. ആ ഒരു സംഭവം ഉണ്ട്. മലയാളീസ് എന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് നെവർ മെറ്റ് എ മല്ലു ഹൂസ് നോട്ട് എ പ്രൗഡ് മല്ലു. അപ്പൊ ആ ഒരു സംഭവം നമുക്കുണ്ട്. അത് വെസ്റ്റേൺ കൾച്ചറിലേക്കുള്ള ഒരു മാറ്റത്തിനിടയിൽ ഇത് കാണുന്നില്ലേ? ഇതെന്തായാലും ഉണ്ട്. അതൊരു മിക്സ് ആണ്. നമുക്ക് എപ്പോഴും ആ ബാലൻസ് ഉണ്ട്. ഈവൻ ഇഫ് യു നമ്മുടെ സിറ്റീസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം ട്രിവാൻഡ്രം, കാലിക്കറ്റ് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇപ്പൊ ബിനാലെ നടക്കുന്നുണ്ട്. പിന്നെ ആണ് കേരളത്തിൽ ഇരുന്നാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്.